തുടർച്ചയായ അഞ്ചാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് ഇടിയുകയും ഇൻഡെക്സ് 1.5% ഇടിഞ്ഞ് 21,957 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. സെൻസെക്സ് 1.45%, ബാങ്ക് നിഫ്റ്റി 1.11%, നിഫ്റ്റി IT 0.39% ഇടിഞ്ഞു. ഇന്ന് സ്മാൾ ക്യാപ് ഇൻഡെക്സും മിഡ് ക്യാപ് ഇൻഡെക്സും 2% ഇടിഞ്ഞു. ഇന്നത്തെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിച്ചാൽ 1916 സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷറും 319 സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെൻറ്റവും കാണാൻ സാധിച്ചു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ 6,994 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 5,642 കോടിയുടെ ബൈയിങ് നടത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസവും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 6,000 കോടിക്ക് മുകളിലുള്ള സെല്ലിംഗ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയിരുന്നു. മാർക്കറ്റിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ തുടർച്ചയായി സെല്ലിംഗ് നടത്തുന്നതും ഇന്ത്യ വിക്സ് 52 വീക്ക് ഹൈയിലേക്ക് ഉയർന്നതും മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി വർദ്ധിച്ചതിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സൈഡിൽ നിന്ന് വന്ന ഹെവി സെല്ലിംഗ് ആണ് ഇൻഡെക്സ് തുടർച്ചയായി ഇടിയുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിക്കുന്നത്. ഇതുകൂടാതെ അനലിസ്റ്റ് മറ്റ് ചില കാരണങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാരണം ഇലക്ഷൻ അൺസർട്ടനിറ്റി തന്നെയാണ്. ജൂൺ 4 ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുന്നോടിയായി ഇന്ത്യയിലെ വോട്ടിംഗ് ഷെയറിൽ ഗണ്യമായ കുറവ് വരുന്നത് മാർക്കറ്റിനെ അസ്ഥിരതപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഹരിയാനയിലെ ഓൺഗോയിങ് പൊളിറ്റിക്കൽ അൺസ്റ്റെബിലിറ്റിയും അല്ലെങ്കിൽ ഓൺഗോയിങ് പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റിയും ഇന്ത്യൻ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് മോശമാകുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിക്കുന്നു. BJP ലീഡ് ചെയ്യുന്ന NDA ലോക്സഭാ ഇലക്ഷൻ വിജയിക്കുമെന്നുള്ള കാര്യം ആൾറെഡി മാർക്കറ്റിൽ ഫാക്ടറിനായെങ്കിലും BJP അവകാശപ്പെടുന്ന അത്രയും സീറ്റ് നേടാൻ സാധിക്കുകയില്ല എന്നാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ. ഇതിനനുസരിച്ച് മാർക്കറ്റ് വോളറ്റൈലാകുന്നു. അതുപോലെ തന്നെ വോട്ടറിൻ്റെ വോട്ടിംഗ് ഷെയർ കുറയുന്നതും മാർക്കറ്റിനെ അസ്ഥിരതപ്പെടുത്തുന്ന ഒരു പ്രധാന കാരണമായി പ്രവർത്തിക്കുന്നു. രണ്ടാമത്തേത് Q4 സെഷനിലെ മോശം പെർഫോമൻസ് ആണ്. മാർക്കറ്റ് പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു ക്വാർട്ടർലി റിസൾട്ട് മാർക്കറ്റിന് ലഭിച്ചില്ല. ക്വാർട്ടർലി റിസൾട്ട് തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പല കമ്പനികളുടെയും പ്രോഫിറ്റിലും റവന്യൂവിലും വർധന ഉണ്ടാകുന്നെങ്കിലും പ്രോഫിറ്റ് മാർജിൻ തുടർച്ചയായി ഇടിയുന്നത് ഒരു കൺസേണായി മാറിയിട്ടുണ്ട്. മറ്റത് US ഫെഡിൻ്റെ ഹോക്കിഷ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. US ഫെഡിൻ്റെ ഹോക്കിഷ് സ്റ്റേറ്റ്മെൻറ്റ് പലപ്പോഴും ഇന്ത്യൻ മാർക്കറ്റിനെയും ഇന്ത്യൻ ഇക്വിറ്റീസിനെയും പ്രഷറിലാക്കുന്നതായിട്ടാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ഓയിലിൻ്റെ പ്രൈസ് ഇന്ന് 0.5% വർദ്ധിച്ച് $84 പെർ ബാരൽ എന്ന ലെവലിലേക്ക് ഉയരുന്നുണ്ട്. ഇവിടെ US ഇൻവെൻട്രിയിൽ ഓയിലിൻ്റെ ലഭ്യത കുറയുന്നതും അതിനനുസരിച്ച് ക്രൂഡിൻ്റെ വില ഉയരുന്നതും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റാണ്. ഇലക്ഷന് മുന്നോടിയായി ഡെറിവേറ്റീവ് പൊസിഷൻ, അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഡെറിവേറ്റീവ് പൊസിഷൻ സ്വിച്ച് ഓവർ ചെയ്യുന്നതും ഇന്ത്യൻ മാർക്കറ്റിൽ വന്ന സെല്ലിങ്ങിന് പിന്നിലെ ഒരു പ്രധാന കാരണമായിട്ടാണ് അനലിസ്റ്റുകൾ പറയുന്നത്. മെയ് മാസത്തെ എക്സ്പയറിയുടെ അടുത്ത് നടക്കുന്ന ബൈസെൽ ആക്ടിവിറ്റീസിൻ്റെ പശ്ചാത്തലത്തിൽ മാർക്കറ്റ് വളരെയധികം വോളറ്റൈലാകാനുള്ള സാധ്യതയുണ്ട്. ഇതോടൊപ്പം തന്നെ ചില എക്കോണമിക് ഡേറ്റകളുടെ ഇമ്പാക്റ്റും ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ അമേരിക്കയുടെ ജോബ് ഡേറ്റയും ഇൻഫ്ലേഷൻ ഡേറ്റയും വിപരീതമായിട്ടാണ് വന്നത്. ഇതിൻ്റെ ഇമ്പാക്റ്റ് ഗ്ലോബൽ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും പ്രതിഫലിക്കുന്നുണ്ട്. ഇനി അനലിസ്റ്റുകൾ പറയുന്നത് 22,000 എന്ന സൈക്കോളജിക്കൽ സപ്പോർട്ട് നഷ്ടപ്പെട്ടതും ഇതോടൊപ്പം തന്നെ ഇന്ത്യ വിക്സ് 18 മുകളിലേക്ക് ഉയർന്നതും മൂലം വരും ദിവസങ്ങളിലും മാർക്കറ്റിൽ ഇടിവ് പ്രതീക്ഷിക്കാമെന്നതാണ്. 22,000 എന്ന സൈക്കോളജിക്കൽ സപ്പോർട്ട് നഷ്ടപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ മാർക്കറ്റ് ഫർദർ ഡൗൺ സൈഡിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. ബാങ്ക് നിഫ്റ്റി ഇന്ന് 50-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് എന്ന സപ്പോർട്ട് നഷ്ടപ്പെടുത്തുകയും ഇനി 47,400 ബാങ്ക് നിഫ്റ്റിയുടെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും. 47,400 എന്ന ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ബാങ്ക് നിഫ്റ്റി നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി അതിൻ്റെ 100-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജായ 47,050 എന്ന സപ്പോർട്ടിനെ ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 48,000, 48,500 തുടങ്ങിയവയാണ് പ്രധാന റെസിസ്റ്റൻസ്. അതിൽ 48,000 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. ഇന്ന് PSU ബാങ്കുകളിലും ഹെവി സെല്ലിംഗ് കാണാൻ സാധിച്ചു. ഇൻഡസ്ഇൻഡ് ബാങ്ക്, PNB, HDFC ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക്, ആക്സിസ് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളിൽ അല്ലെങ്കിൽ തുടങ്ങിയ PSU ബാങ്കുകളിൽ സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റിയുടെ ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് 21,750 എന്ന ലെവലാണ്. 21,750 എന്ന ലെവലിനെ 2 മാസം മുമ്പ് മാർക്കറ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തതുമാണ്. അതായത്
ഇനി 22,100 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കുകയും 21,750 മാർക്കറ്റിൻ്റെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്